പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ കേൾക്കുന്ന ഈ ചെറിയ സന്ദേശം കൈക്കൊള്ളുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സർവ്വ ഐശ്വര്യങ്ങളാൽ നിറയ്ക്കുന്ന ദൈവം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മക്കളെയും എല്ലാവരും ദൈവം അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത ഭവനത്തിൻ്റെ ഉള്ളറയിലെ ഭിന്നതകളെ കുറിച്ചാണ് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഭിന്നത ഭവനത്തിൻ്റെ ഉള്ളിൽ, അതിനെക്കുറിച്ചാണ് ഒരു നിമിഷം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഈ ചെറിയ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഭവനത്തിൻ്റെ ഉള്ളറയിൽ ഭിന്നതകൾ അനുഭവിക്കുന്നവരായിരിക്കാം. സഹോദരങ്ങളാൽ ഭിന്നതകൾ അനുഭവിക്കുന്നവരായിരിക്കാം. മാതാപിതാക്കളാൽ ഭിന്നതകൾ അനുഭവിക്കുന്നവരായിരിക്കാം. ഭവനത്തിൽ നിന്ന് തള്ളപ്പെട്ടവരായിരിക്കാം. നമുക്ക് ലഭിക്കേണ്ട നന്മകളോ ഓഹരികളോ അവകാശങ്ങളോ ഒന്നും നൽകിത്തരാതെ നമ്മുടെ ജീവിതം ഒരുപക്ഷെ തള്ളപ്പെട്ട അനുഭവമായിരിക്കാം. എന്നാൽ സർവശക്തനായ ദൈവം പറയുന്നു, ഭവനത്തിൻ്റെ ഉള്ളറയിലെ ഭിന്നതയുടെ നടുവിലും നാം വിശ്വസ്തയോടെ നിൽക്കുന്നു എങ്കിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിനാധാരമായിട്ട് ഞാനൊരു വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 10-ാമത്തെ അധ്യായം 21-22 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിന് ഏൽപ്പിക്കും. അമ്മയപ്പന്മാർക്ക് എതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. അവിടെ വചനം വ്യക്തമായി പറയുന്നു, അവസാനത്തോളം ദൈവത്തിൽ സഹിച്ചു നിൽക്കാൻ തയ്യാറാകുന്നു എങ്കിൽ നീ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഭവനത്തിന്റെ ഉള്ളറയിൽ ഭിന്നതകൾ വ്യാപരിക്കുമ്പോൾ, ജീവിത മേഖലയിൽ സ്വസ്ഥതയില്ലാത്ത അനുഭവങ്ങൾ വ്യാപരിക്കുമ്പോൾ, മരണകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കുമ്പോൾ, സകലതും നഷ്ടപ്പെട്ടവരായും ഒറ്റപ്പെട്ടവരായും തള്ളപ്പെട്ടവരായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സർവശക്തനായ ദൈവം പറയുന്നു, നീ ഭാരപ്പെടേണ്ട, അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിനമേൽ സർവശക്തനായ ദൈവം ഒരു മാന്യതയുടെ വസ്ത്രം ധരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുവാൻ, രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും എന്ന തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉപദ്രവങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം, പ്രതിസന്ധികൾ നേരിടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവസാനത്തോളം പിടിച്ചു നിൽക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ
ദൈവാത്മാവ് നിന്നെ വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അവിടെ എതിർപ്പുകളും പീഡനങ്ങളും വിവരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വാക്യം പഠിപ്പിക്കുന്ന സഹോദരനെ മരണത്തിന് ഏൽപ്പിക്കും, പിതാവ് മകനെ ഏൽപ്പിക്കും, മക്കൾ മാതാപിതാക്കൾക്ക് എതിരായി എഴുന്നേൽക്കും, അവരെ മരണത്തിന് ഏൽപ്പിക്കും. എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ ദോഷിക്കും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ പല പ്രതികൂലങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കാം, പല പ്രതിസന്ധികളിലും അകപ്പെട്ടു പോകാം, പല സാഹചര്യങ്ങളിലും വന്ന് ഉടയപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവസാനത്തോളവും ദൈവസന്നിധിയിൽ ഒന്ന് മുറുകെ പിടിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18-20 വാക്യങ്ങൾ പറയുന്നുണ്ട്, ലോകം ശിഷ്യന്മാരെ പകയ്ക്കും. അത് യേശുവിന്റെ മുന്നറിയിപ്പാണ്. എന്നാൽ 2 തിമോത്തിയോസിന്റെ ലേഖനം 3:12 ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും പീഡനം അനുഭവിക്കേണ്ടി വരും. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് പീഡനമുണ്ട്. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കാൻ, ക്രിസ്തുവിൽ മുറുകെ പിടിക്കാൻ നീ തയ്യാറാകുന്നു എങ്കിൽ നിന്റെ ജീവിതത്തിലെ വിഷയത്തിന്, നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് ദൈവാത്മാവ് പരിഹാരം നൽകി തന്ന് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. മാനിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് പ്രതികൂലത്തിന് നടുവിലും ദൈവത്തിൽ വിശ്വാസത്തോടെ മുന്നേറുവാൻ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.